ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. അങ്ങനെ വീണ്ടും അഗെയിൻ ഒരു ബീറ്റ് നമ്മളെടുത്തുണ്ട്. വിഷയം എന്താ വെച്ചാൽ ഈ സംഭവം ഇവന് തോന്നുമ്പോൾ സ്റ്റാർട്ടാവും, തോന്നുമ്പോൾ ഓഫായി പോകും. ഇനിയിപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നേരം ഓടിച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഓട്ടത്തിൽ ഓഫായി പോകും, പിന്നെ സ്റ്റാർട്ടാകത്തില്ല. കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ റണ്ണിങ്ങിൽ നിന്നിട്ട് പെട്ടെന്ന് തന്നെ കട്ട് ഓഫായി പോകും, പ്രതീക്ഷിക്കാത്ത നേരത്ത്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് പല രീതിയിൽ നോക്കിയിട്ട് നമുക്ക് പലരെയും നമ്മളെ ഇട്ട് ചുറ്റിപ്പിച്ച ഒരു വണ്ടിയാണിത്. കുറച്ച് നേരം ഇങ്ങനെ അടിയിൽ നിന്ന് ചിലപ്പോൾ അരമണിക്കൂറൊക്കെ ഓടും, ചിലപ്പോൾ 15 മിനിറ്റ് ഓടും, ചിലപ്പോൾ 10 മിനിറ്റ് ഓടും. ഇവിടെ ഒറ്റൊരു ഓഫാണ്. പിന്നെ നമ്മൾ ഉടനെ ഒന്ന് സ്റ്റാർട്ടാക്കിയാൽ സ്റ്റാർട്ടാവില്ല. ഇവിടെ സൗണ്ട് മാറി ഓഫായി പോയി. ഇപ്പോൾ നമുക്ക് ഇത്രയും സെക്കൻഡേ കിട്ടിയുള്ളൂ. ഏതാണ്ട് എനിക്കൊന്ന് 1 മിനിറ്റ് കഷ്ടിച്ച് കിട്ടിക്കാണുമായിരിക്കും, അത്ര കിട്ടിയുള്ളൂ. ചിലപ്പോൾ 10-15 മിനിറ്റ് ഓടും. ഇത് ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുക. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്ന ഫ്യൂൽ പ്രഷറിൻ്റെ ലൈറ്റ് ഉണ്ട്, വാർണിംഗ് ഉണ്ട്. വേറെ ഇതിൻ്റെ ഈ സംഭവം വന്നിട്ട് പമ്പിന് കംപ്ലയിൻറ്റ് വന്നായിരുന്നു ഇങ്ങനെ ഓടി. അങ്ങനെ മെയിൻ പമ്പ് മാറ്റുന്ന സമയത്ത് ഇതിൻ്റെ മാസ്റ്റർ എയർ ഫ്ലോ പിടിച്ചുകൊണ്ടാണ് ഇപ്പം ഈ ഒരു ഫോൾട്ട് വന്നേക്കുന്നത്. പക്ഷേ ഇത് ഓക്കെ, ഇത് ഇവിടെ പാസ് ആയിട്ടുണ്ട്. പക്ഷേ ഈ സംഭവം ഇവിടെ വീണ്ടും പാസ് ആൻഡ് ഫെയിൽ ആയിക്കൊണ്ടിരിക്കുക, ഫ്യൂൽ ഓയിൽ പ്രഷറിൻ്റെ. ഇത് കൂടാതെ ചില സമയത്ത് വേറൊരു എറർ കോഡും വരുന്നുണ്ട്. പക്ഷേ ഈ പമ്പ് പുതിയ മാറ്റി വെച്ചതിന് ശേഷം പോലും ഈ കംപ്ലയിൻറ്റ് ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണ് വണ്ടി നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പം 2 ദിവസമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഡാറ്റാസ് എടുത്ത് ചെക്ക് ചെയ്യുന്നു, സമയം കിട്ടുന്നതനുസരിച്ച് നോക്കുന്നുണ്ട്. മഴയായതുകൊണ്ട്, തിരക്കായതുകൊണ്ട് എല്ലാ വണ്ടിയും നമുക്ക് നോക്കാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യം കൂടിയാണ്. എല്ലാ ഇതിലേക്ക് അറ്റൻഷൻ ചെല്ലാൻ ഓരോന്ന് 1 by 1 നമ്മൾ ചെയ്തു വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നൊരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ ഇതിൻ്റെ ലൈവ് ഡാറ്റാസ് ഒന്ന് എടുത്ത് നോക്കാം. ഇതിൽ നിന്ന് പുറകോട്ട് പോയിട്ട് ലൈവ് ഡാറ്റാസ് എടുത്തത് റണ്ണിങ് കണ്ടീഷനിൽ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലൈവ് ഡാറ്റാസ് നമുക്ക് വേണ്ടത് ഫ്യൂൽ പമ്പിൻ്റെ കമാൻഡ്. ഫ്യൂൽ പമ്പ് കട്ട് ഓഫ് ആകുന്നുണ്ടോ ഇല്ലോ നമുക്കറിയാമല്ലോ, ഇവിടെ അറിയാൻ പറ്റും. പിന്നെ പ്രഷർ റെഗുലേറ്ററിൻ്റെ കമാൻഡ്, ഫ്യൂൽ റെയിൽ പ്രഷർ, ഡിസൈർഡ് പ്രഷർ, ആക്ച്വൽ റെയിൽ പ്രഷർ ആൻഡ് എൻജിൻ സ്പീഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ സെലക്ട് ചെയ്തു. നമുക്കിനി ഈ കണ്ടീഷനിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. എന്താ ചേഞ്ചസ് വരുന്നത് നമുക്കറിയാമല്ലോ. നമ്മൾ വണ്ടി സ്റ്റാർട്ടായി. ഇപ്പോൾ നമുക്ക് കാണാം പ്രൈമറി പമ്പ് ഓണാണ്. റെയിൽ പ്രഷർ ഇവിടെ കമാൻഡ് കിടക്കുന്നുണ്ട്. ഡിസൈഡ് പ്രഷറും ആക്ച്വൽ പ്രഷറും ഇങ്ങനെ നിൽപ്പുണ്ട്. RPM ഇങ്ങനെ നിൽപ്പുണ്ട്. RPM 850, 900 ബിറ്റ്വീൻ നിൽപ്പുണ്ട്. എവിടെയാണ് ആദ്യമേ വേരി ചെയ്യുന്നതെന്നുള്ളത് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. റെക്കോർഡ് മോഡും കൂടി ഇടാം, നമുക്ക് വേണമെങ്കിൽ ഡാറ്റാസ് അനലൈസ് ചെയ്യാമല്ലോ. നമുക്ക് ആദ്യമേ കാണാൻ സാധിച്ചത് ഇവിടെ റെയിൽ പ്രഷർ ഡ്രോപ്പ് ആവുക, ഡ്രോപ്പ് ആയിട്ട് പിന്നെ RPM കുറഞ്ഞ് വണ്ടി ഓഫ് ആവുക. അതിന് ശേഷമാണ് നമ്മുടെ ഫ്യൂൽ പമ്പ് റിലേ കട്ടാവുന്നത്. അതായത് ഇത് ഇവിടെ ഡ്രോപ്പ് വന്നതിന് ശേഷമാണ്, തീരെ ഡൗൺ ആയതിനു ശേഷമാണ് ഫ്യൂൽ പമ്പ് കട്ടാവുന്നത്. വണ്ടി ഓഫ് ആകുമ്പോഴത്തേക്കാണ് ഫ്യൂൽ പമ്പ് കട്ടാവുന്നത്. അപ്പം ഫ്യൂൽ പമ്പ് ഓക്കെയാണ്, അതായത് നമ്മുടെ ടാങ്കിനകത്ത് വരുന്ന ഇലക്ട്രിക് ഫ്യൂൽ പമ്പ് ഓക്കെയാണ്. മെയിൻ ഫ്യൂൽ പമ്പോ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന എന്തെങ്കിലും ഒരു സംഭവം കംപ്ലയിൻറ്റ് ഉണ്ടാകാൻ സാധ്യതയാണ് തോന്നുന്നത്. ചെക്ക് ചെയ്ത് നോക്കാം. ഈ ലൈൻസിലും നമ്മുടെ ടാങ്കിലെ സപ്ലൈയിലും ക്ലാവ് വഴുക്കൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ക്ലീൻ ചെയ്തപ്പോഴാണ് കണ്ടിന്യൂസ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇനി നമുക്ക് ഫർദർ നമ്മുടെ മെയിൻ പമ്പ് റിലേറ്റ് ചെയ്യുന്ന വയറിങ്ങും മെയിൻ പമ്പും കാര്യങ്ങളായിരിക്കും ഒന്നും കൂടി ചെക്ക് ചെയ്യേണ്ടത്. മാറി വെച്ചേക്കുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും ചെക്ക് ചെയ്യാണ്ട് പറ്റത്തില്ല. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ P0251 എന്നുള്ളൊരു കോഡ് കയറി വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ നോക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫ്യൂൽ ഫീഡ് പമ്പ്, മെയിൻ ഹൈ പ്രഷർ പമ്പ്. ഇതിലിവിടെ ഒരു കൺട്രോൾ വാൽവ് വരുന്നുണ്ട്, ഒരു ഫ്യൂൽ പ്രഷർ റെഗുലേറ്റർ അല്ലെങ്കിൽ ഇൻലെറ്റ് മീറ്ററിംഗ് വാൽവ് എന്നൊക്കെ അറിയപ്പെടുന്ന സാധനം. ഇതാണ് ഫ്യൂലിൻ്റെ പ്രഷറിനെ ഇതിനകത്ത് കൺട്രോൾ ചെയ്യുന്നത്. ഇതിനെ കൺട്രോൾ ചെയ്യുന്നൊരു സർക്യൂട്ട് കൂടിയുണ്ട്. ഈ സർക്യൂട്ടിൽ വല്ല വിഷയം വന്നാലും ഒരു പക്ഷേ ഇതിങ്ങനെ ബിഹേവ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിതിൻ്റെ സർക്യൂട്ട് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ വെച്ച് ബാക്ക് പ്രോബ് ചെയ്ത് വെച്ചിട്ട് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ട് അതിനുശേഷം ഇതിൻ്റെ മൾട്ടിമീറ്ററിൽ കിട്ടുന്ന റീഡിങ്ങിൽ വല്ല മാറ്റം ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഗൈസ്, നമ്മൾ ഈ കാണുന്ന പോലെ പമ്പിൻ്റെ അടിയിൽ വരുന്ന ആ സ്വിച്ചിൽ നിന്ന് നമ്മൾ വയർ ബാക്ക് പ്രോബ് ചെയ്തിട്ട് മൾട്ടിമീറ്ററിലേക്ക് ലീഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇഗ്നീഷൻ ഓൺ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇതിലെന്തെങ്കിലും വോൾട്ടേജ് വേരിയേഷൻ ഉണ്ടോ എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. സ്റ്റാർട്ട് ചെയ്യുന്നത് അടിച്ചോ. 4.1 to 4.10 വോൾട്ടൊക്കെ കാണിക്കുന്നത്.
എത്രത്തോളം ഡ്രോപ്പ് വരുമ്പോഴാണ് ഇരിക്കുന്നത് നമുക്ക് നോക്കാം. 3.91 3.85 വോൾട്ടേജ് കുറയുന്നുണ്ട്. വോൾട്ടേജ് ഇത്രയും ഡ്രോപ്പായിട്ട് 3 വരെ വന്നതിന് ശേഷം ഇത് കട്ട് ഓഫ് ആയി. ഇത്രയും തന്നെ വോൾട്ടേജ് ആണോ വേറൊരു വണ്ടിയിൽ വരുന്നതെന്നുള്ളത് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിനി ഒരു ഗുഡ് നോൺ വെഹിക്കിളിൽ ഇത് ടെസ്റ്റ് ചെയ്യുകയാണ്. നമുക്ക് സെയിം മോഡൽ വേരിയൻ്റ് ഉള്ള ഒരു ബീറ്റ് ഉണ്ട്. അതിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ബിലോ 4 വോൾട്ട് പോകുന്നേ ഇല്ല. കണ്ടിന്യൂസ് ആയിട്ട് 4.9 4.10 4.11 ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൽ താഴെ ഇത് പോകുന്നില്ല. വിച്ച് മീൻസ് അത് ഇതായിരിക്കണം ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് വർക്കിംഗ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പണ്ട് കാലത്ത് നമ്മൾ വലിയ പ്രീമിയം ബ്രാൻഡുകളിലൊക്കെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഞങ്ങൾ ട്രെയിനിങ് എടുക്കാൻ വന്നൊരു സാറ് പറഞ്ഞു തന്നൊരു കാര്യമാണ്, നമ്മൾ ഗുഡ് നോൺ വെഹിക്കിൾ വെച്ച് കമ്പയർ ചെയ്യുന്ന കമ്പാരിസണിൻ്റെ ഒരു ടെസ്റ്റ് റിസൾട്ട് നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് പല കംപ്ലൈൻറ്റും കണ്ടെത്താനായിട്ട് സാധിക്കുന്നു. അത് വളരെ ശരി തന്നെയാണ്. അപ്പം ഗുഡ് നോൺ വെഹിക്കിളിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു, ഇത് ഈ വോൾട്ടേജ് റേഞ്ചിൽ തന്നെ നിൽക്കണം എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ചെയ്യാൻ സാധിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡീസൽ പ്രഷർ റെഗുലേറ്റർ അല്ലെങ്കിൽ ഡീസൽ പ്രഷർ കൺട്രോൾ വാൽവിൻ്റെ റെസിസ്റ്റൻസ് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് നമുക്കറിയാം, ഓൾറെഡി ചെക്ക് ചെയ്തുകൊണ്ട് 2.5 to 3 ഓംസിൻ്റെ റേഞ്ചിൽ നിൽക്കണം. അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്വിച്ച് മാറേണ്ടി വരും. ഇനി അതല്ല എങ്കിൽ നമുക്ക് ഈ വയറിങ് ECU വരെയുള്ള വയറിങ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ സ്വിച്ചിൽ നിന്ന് ലീഡ് എടുത്തു, മൾട്ടിമീറ്ററിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. കണ്ടിന്യൂറ്റി കിട്ടുന്നുണ്ട്. 2.7 ഓംസ് അപ്രോക്സ് റെസിസ്റ്റൻസ് കാണിക്കുക. അപ്പോൾ ഒന്നുകൂടി ഇച്ചിരി റെസിസ്റ്റൻസ് മോഡിലേക്ക് ഇട്ടിട്ട് ചെക്ക് ചെയ്യാം. എത്ര റെസിസ്റ്റൻസ്? 2.9 ഓംസ് 2.9 ഓംസ് റെസിസ്റ്റൻസ് വരുന്നുണ്ട്. ഇനി 200 ഓംസ് മോഡിലിട്ടാലും ഇത് 2.7 2.9 റേഞ്ചിൽ തന്നെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഴിഞ്ഞ ദിവസം ചെയ്ത പോലെ തന്നെ എല്ലാം ഐസൊലേറ്റ് ചെയ്യുക, ബാറ്ററി റിമൂവ് ചെയ്യുക, ഈ വയറിങ് കയറി പോകുന്ന ഏരിയ ലൂം നോക്കുക എങ്ങനെയാണെന്നുള്ളത്. ഇത് ഇങ്ങനെ തന്നെയായിരിക്കും, ഇതിലൂടെ ആയിരിക്കും പോകാൻ ചാൻസ്. ഇങ്ങനെ വന്നിട്ട് ഇവിടെ തന്നെ. അപ്പം ഇപ്പുറത്തെ സൈഡ് ECUയുടെ ഈ കപ്ലർ റിമൂവ് ചെയ്തിട്ട് ഇതിനകത്ത് മുതൽ ഇവിടം വരെയുള്ള സർക്യൂട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഉള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഏരിയ പൊട്ടിച്ച് നോക്കാം. ഇവിടെ ബ്രേക്ക് വരാറുണ്ട് ഈ ബീറ്റ് വണ്ടികൾക്ക്, അതും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, നമ്മളിവിടെ സംഗതി വയർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട്. ഈ സോക്കറ്റാണ് നമ്മുടെ പമ്പിൻ്റെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഒരു മഞ്ഞയും ഈ ഒരു എന്താ പറയുക പർപ്പിളിൽ ബ്ലാക്ക് വരെയുള്ള വയറാണ് ഈ പോകുന്നത്. ഇതിൻ്റെ എങ്ങും ബ്രേക്ക് ഫിസിക്കലി കാണുന്നില്ല. സംഗതി ഓക്കെ ആയിട്ടൊക്കെ തന്നെയാണ് തോന്നുന്നത്. ഫിസിക്കലി ബ്രേക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പം എന്തായാലും റെസിസ്റ്റൻസ് നേരിട്ട് നോക്കുന്നതിനേക്കാളും മുന്നേ നമുക്ക് ഇഗ്നിഷൻ ഓൺ കണ്ടീഷനിൽ വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് നടത്താം. വോൾട്ടേജ് ഡ്രോപ്പ് ടെസ്റ്റ് നടത്താനായിട്ട് ഈ ഒരു ലീഡിൽ പോസിറ്റീവ് നമ്മുടെ മൾട്ടിമീറ്ററിൻ്റെ പോസിറ്റീവും മറ്റൊരു ലീഡിൽ മൾട്ടിമീറ്റർ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ അറൗണ്ട് നമുക്കൊരു 9 വോൾട്ടോളം ഇവിടെ കിട്ടേണ്ടതാണ്. അപ്പം അത് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്. ഇഗ്നിഷൻ ഓൺ ചെയ്യുമ്പോഴത്തേക്ക് 8.82 വോൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതാണ്ട് നിയർ ടു 9 വോൾട്ട് കിട്ടുന്നുണ്ട്. വിച്ച് മീൻസ് സർക്യൂട്ട് ഓക്കെ ആവാനാണ് സാധ്യത. എന്നിരുന്നാലും ഇനി നമുക്ക് അടുത്ത് ചെയ്യാൻ സാധിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററിയും പിടിച്ചിട്ട് ECUയും നമുക്ക് അതിൻ്റെ കപ്ലേഴ്സ് എല്ലാം ഐസൊലേറ്റ് ചെയ്തിട്ട് പോയിൻ്റ് ടു പോയിൻ്റ് നമുക്ക് അതിൻ്റെ റെസിസ്റ്റൻസ് നോക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഗൈസ്, ഇതാണ് ഈ കപ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തില്ല. ECUയുടെ വലിയ കപ്ലറായിരിക്കും എപ്പോഴും ഇൻപുട്ട് സൈഡ് വരുന്നത്. അതായത് പല സെൻസറിൽ നിന്ന് ഇൻപുട്ട് ഡാറ്റാസ് ഇതിൽ നിന്നായിരിക്കും ECUയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കൺട്രോളിങ് സർക്യൂട്ടാണ്. അപ്പം ആക്ച്വേറ്റേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള സോളിനോയിഡ്സും കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യപ്പെടുന്നത് എപ്പോഴും ചെറിയ കണക്ടറിൽ നിന്നുള്ള കൺട്രോളായിരിക്കും കൂടുതലും. അപ്പം മിക്കവാറും ഈ ഒരു കണക്ടറിനകത്തായിരിക്കും ഇതിൻ്റെ കണക്ഷൻ വരാനുള്ള സാധ്യത. അപ്പോൾ 1 by 1 ആയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഗൈസ്, ഒരു പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്തു. ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഒരു പോയിൻ്റ് ഇവിടെ കണ്ടിന്യൂറ്റി ഓക്കെയാണ്. ഷെയ്ക്ക് ചെയ്താൽ കുഴപ്പമൊന്നുമില്ല. മൂന്ന് ചെക്ക് ചെയ്യട്ടെ. ഇല്ല, കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ കണ്ടിന്യൂറ്റി ഓക്കെ ആണെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് മോഡിലിട്ടാൽ നോക്കാം. 0.3 to 0.5
ഓംസാണ് റെസിസ്റ്റൻസ് വരാൻ പാടുള്ളൂ. അപ്പം അതിനുള്ളിൽ തന്നെ നിൽക്കുന്നുമുണ്ട്. അപ്പോൾ അതും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. അതിൽ കൂടുതലുള്ള റെസിസ്റ്റൻസ് ഇല്ല. അപ്പം ഇറ്റ് മീൻസ് വേറെ വയറിന് പ്രശ്നം ഉണ്ടാകാൻ സാധ്യത കാണുന്നില്ല. അങ്ങനെയൊക്കെ ഷേക്ക് ചെയ്തിട്ട് ഈ ഒരു സൈഡിൽ. അപ്പം ഇതിൻ്റെ അടുത്ത രണ്ടാമത്തെ സൈഡും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ദൂരി ഇപ്പറ കൊടുത്തിട്ട് ആ സൈഡും കൂടി ചെക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സൈഡ് ചെക്ക് ചെയ്യുകയാണ്. അടുത്ത പോയിൻ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ECയുടെ ഈ ഒരു കണക്ടറിലാണ്, ഇവിടെയാണ് കയറി വരുന്നത്. അവിടെയും നമുക്ക് കണ്ടിന്യൂറ്റി ഓക്കെ തന്നെയാണ് കാണിക്കുന്നത്. വയറ് വിഗിൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും, ഷേക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടൊന്നും വേറെ കംപ്ലൈൻറ്റ് കാണിക്കുന്നില്ല. കണ്ടിന്യൂറ്റീസ് ഓക്കെ, ഡബിൾ ഓക്കെ. അപ്പോൾ ഓംസ് മോഡിലേക്ക് ഇടുവാണെങ്കിൽ 0.3 ആണ്. 0.3 to 0.5 വരാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ 0.3 ആണ്. 0.3 മീൻസ് സേഫർ സൈഡാണ്. വയറിന് പ്രോബ്ലം ഇല്ല എന്ന് നമുക്ക് മൾട്ടിമീറ്റർ താഴെ പോയി. ഓക്കെ, വയറിന് വേറെ കംപ്ലൈൻറ്റ് ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താം. വേറെ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. അങ്ങനെയായിട്ട് അനക്കി നോക്കിയിട്ടൊന്നും വേറെ വിഷയങ്ങൾ കാണുന്നില്ല. അപ്പോൾ വള്ളിയാണ് ഇത് നമ്മളെ കുറച്ചുകൂടി ചുറ്റിക്കുന്ന സാരം. ഫൈനലി നമ്മൾ നമ്മുടെ എഞ്ചിൻ റൂമിനകത്ത് വരുന്ന ഫ്യൂസ് ബോക്സ് അഴിച്ച് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് ഫ്യൂൽ പമ്പ് എന്നെ കൺട്രോൾ ചെയ്യുന്ന റിലേയുടെ ഗ്രൗണ്ട് വയർ വരുന്ന ഭാഗത്ത് അത്യാവശ്യം ഹീറ്റായിട്ട് ചില സമയത്ത് അത് വർക്ക് ചെയ്യാണ്ട് വരുന്നൊരു കണ്ടീഷൻ നമ്മൾ കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ റിലേയുടെ പവറും ഗ്രൗണ്ടും കൺട്രോൾ ചെയ്യുന്ന EC വഴി ഒരു ലൈൻ വന്നിട്ട് നമ്മുടെ ഈ ഒരു ബോക്സിലേക്ക് വരുന്നത്. അപ്പം കുറേ ചെക്ക് ചെയ്തതിന് ശേഷം മനസ്സിലാക്കാൻ സാധിച്ച ആ ഒരു പർട്ടിക്കുലർ ഗ്രൗണ്ട് സർട്ടൈൻ ടൈം കഴിയുമ്പോൾ കട്ടായി പോകുന്നുണ്ട്. ഒന്നിലേ നമുക്ക് ഈ യൂണിറ്റ് അല്ലെങ്കിൽ EC മാറേണ്ടി വരും. ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഗ്രൗണ്ട് ഇവിടെ നിന്ന് ബൈപ്പാസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ആവുന്നുണ്ട്, പക്ഷേ വീണ്ടും പഴയ പോലത്തെ അവസ്ഥകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റിലേ ബൈപ്പാസ് ചെയ്തു, ഗ്രൗണ്ട് ബൈപ്പാസ് ചെയ്തതോടുകൂടി റിലേ കറക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് RPM ഫ്ലക്ച്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്യൂവലിൻ്റെ ലൈനിനകത്ത് തടസ്സം ഉണ്ടെങ്കിൽ ഇങ്ങനെ വരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിൽട്ടർ വരെയുള്ള ലൈൻ നമ്മൾ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫിൽട്ടർ ടു മെയിൻ പമ്പ് വരെയുള്ള ലൈൻ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ കാണുന്ന വൈറ്റ് കപ്ലറുള്ള ഈ ലൈൻ നമ്മൾ അയച്ച് ചെക്ക് ചെയ്യാൻ തന്നെ തീരുമാനിച്ചു. പ്ലസ് ഇതേവരെ നമ്മൾ ആരും ശ്രദ്ധിക്കാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ ഫ്യൂൽ ഫിൽട്ടർ. കസ്റ്റമറോട് ചോദിക്കുമ്പോഴത്തേക്ക് എല്ലാ സർവീസും പക്കയാണെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഇഞ്ചിൻ്റെ മേലെ കൂടെ പോകുന്ന ഈ വയറിംഗ് ഹാർനസ് എല്ലാം കറക്റ്റ് പഴയ പോലെ തന്നെ റെഡിയാക്കി ഇൻസുലേറ്റ് ചെയ്ത് ഫിക്സ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഈ ഒരു കപ്ലർ പിടിച്ച് ഇവിടുന്ന് ഈ ലൈൻ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഈ ഒരു ബ്രേക്കിൻ്റെ റിസർവറിൻ്റെ അടിയിൽ അതിൻ്റെ അടുത്ത കണക്ടർ വരുന്നുണ്ട്. അവിടെ നമ്മളിത് റിമൂവ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഓസ് ബ്ലോക്ക് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ നമ്മൾ എയർ പ്രഷർ കൊടുക്കുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ട് ഇവിടെ എത്തുന്നില്ല ഈ ഒരു ഓസ്. അപ്പോൾ ഈ ഒരു ഓസിനകത്ത് എന്തോ ബ്ലോക്ക് ഉണ്ട്. അങ്ങനെ ബ്ലോക്കേജ് വരണമെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം ഫിൽറ്ററിനകത്തും കാണും. അങ്ങനെ നമ്മൾ ഫിൽറ്റർ അഴിക്കുകയാണ് ചെയ്യുന്നത്. ഫിൽറ്റർ അഴിച്ചപ്പോഴത്തേക്ക് എൻ്റെ പൊന്ന് ഗൈസ്, നമ്മൾ വെറുത്തുപോയി എന്ന് വേണേൽ പറയാം. കഴിഞ്ഞ 3 കൊല്ലം കൊണ്ട് ഇതേവരെ ഇത്ര മോശമായിട്ടുള്ളൊരു ഡീസൽ ഫിൽറ്റർ ഞാൻ കണ്ടിട്ടില്ല. ഇതിൻ്റെ ഇത്ര ഏരിയ ഇതിനകത്തില്ല. പൊടിഞ്ഞു പോയിട്ട് ഈ ലൈനിനകത്ത് തന്നെ ബ്ലോക്കായി കിടക്കുവാണ്. അപ്പം ഫിൽറ്റർ ടു ഫ്യൂൽ പമ്പ് വരെ വരുന്ന ലൈൻ ക്ലീൻ ചെയ്യണം. പറ്റുന്നില്ല എങ്കിൽ നമ്മൾ മാറണം. അങ്ങനത്തെ ഒരവസ്ഥയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ കൊണ്ടാണ് എക്സസ് സ്ട്രഗിൾ ചെയ്ത് ഇതിൻ്റെ ടാങ്കിലെ ഫ്യൂൽ പമ്പ് അടിച്ചു പോവുകയും അതിൻ്റെ റിലേ കൺട്രോൾ സർക്യൂട്ട് ഹീറ്റായിട്ട് അടിച്ചു പോവുകയും ചെയ്തതിൻ്റെ റൂട്ട് കോസ് എന്ന് പറയുന്നത് വെറും ഈ ഒരു ഫിൽറ്ററാണ്. എന്താ അല്ലേ, മല പോലെ വന്ന് എലി പോലെ പോയി എന്ന് വേണേൽ പറയാം. ഒരു പക്ഷേ ചിലപ്പം ചെറിയ RPM ഫ്ലക്ച്വേഷൻ അല്ലേ ഉള്ളൂ എന്നോർത്തുകൊണ്ട് ഈ വണ്ടി ഞാൻ കൊടുത്തു വിട്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ചിലപ്പോൾ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും കസ്റ്റമർ വഴിക്ക് കിടക്കേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടോ എനിക്ക് തോന്നി ഇത് ഇത്ര ആവണമെങ്കിൽ ഇതിനെൻ്റെ റൂട്ട് കോസ് എന്തോ ഉണ്ട്. അതുകൊണ്ട് നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിയതാണ്. എന്തായാലും നോക്കിയതിൽ എനിക്ക് ഖേദമില്ല. ഇനിയിപ്പം നമുക്ക് ഈ ലൈന് ക്ലീൻ ചെയ്ത് ഈ ഫിൽറ്ററും പുതിയ മാറ്റിയിട്ടേ നമ്മൾ ഈ വണ്ടി കൊടുക്കുകയുള്ളൂ. ഇത്രയ്ക്കും ശോകമായുള്ളൊരു ഡീസൽ ഫിൽറ്ററിൻ്റെ അവസ്ഥ. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിരലോടിച്ചാൽ തന്നെ ദേ ഇതുപോലെ അടർന്നിങ്ങി പോരുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെ ഒരു അവസ്ഥ? ഫ്യൂൽ പമ്പ് വരെ വീണ്ടും അടിച്ചു പോകാം. എന്തായാലും ഫിൽറ്റർ മാറിയിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ട്രബിൾ കോഡ്സ് എല്ലാം ഇവിടെ ക്ലിയർ ചെയ്തു. ഇഗ്നിഷൻ ഓൺ ആക്കി നോക്കാം. പമ്പ് വർക്ക് ചെയ്യുന്നുണ്ട്. പ്രൈമറി പമ്പ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ടായി. നമുക്ക് നേരത്തെ പോലെ ലൈവ് ഡാറ്റാസ് എടുത്ത് നോക്കാം. ലൈവ് ഡാറ്റാസ് എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും പ്രഷർ വേരിയേഷൻ വന്ന് നേരത്തെ പോലെ ഓഫ് ആകുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. സിസ്റ്റം
ഇപ്പം റിലേ, ഫ്യൂൽ ഓയിൽ പ്രഷർ, ഡിസൈഡ് പ്രഷർ, റെഗുലേറ്റർ കമാൻഡ്, ഇത്രയും സാധനങ്ങൾ എടുത്തു. നമുക്ക് വേണ്ടത് എന്താ, എൻജിൻ സ്പീഡ്. ഇത്രയും സാധനങ്ങൾ എടുത്ത് നമ്മൾ ചെക്ക് ചെയ്യും. ഈ പ്രഷർ ഡ്രോപ്പ് ആകാതെ നിൽക്കുന്നുണ്ടോ നോക്കണം നമുക്ക്. നേരത്തെ ഇത് ഡ്രോപ്പ് ആയിട്ടാണ് വണ്ടി ഓഫ് ആകുമ്പോഴാണ് ഫ്യൂൽ പമ്പ് കട്ടപ്പ് ആക്കേണ്ടത്. നിലവിൽ ആ ഒരു സംഭവം, ആ ഒരു പ്രശ്നം ഇവിടെ കാണിക്കുന്നില്ല. പുറത്ത് പോവുകയാണെങ്കിൽ എഞ്ചിൻ നോക്കാം നമുക്ക്. എഞ്ചിൻ നേരത്തെ ഒരു 10 സെക്കൻഡ് 15 സെക്കൻഡിനുള്ളിൽ ഓഫായി പോകുന്നൊരു ടെൻഡൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രോബ്ലം കാണിക്കുന്നില്ല. നിലവിൽ ഈ ഒരു പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കേസസിൽ ഇപ്പോൾ ഈ ഐറ്റുകൾ ചിലപ്പോൾ ഈ പമ്പിനകത്ത് കൊണ്ടുണ്ടെങ്കിൽ രണ്ടാമത് ചിലപ്പോൾ പമ്പ് സർവീസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുപോലെ റിലേ ഓവർ ഹീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഫ്യൂൽ പമ്പ് റിലേ അടിച്ച് പോയേക്കാം. അപ്പം ഇങ്ങനെയുള്ള വർക്ക് ചെയ്യുന്ന സമയത്ത് റിലേ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുൻകരുതലിലൂടെ മാറ്റി വെച്ചൊക്കെയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെയുള്ള പ്രോബ്ലം ഇവിടെ സോൾവ് ആയിട്ടുണ്ട്. അപ്പോൾ ചില ഫോൾട്ടുകൾ ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഒരു ഫീൽഡിൽ, ഓട്ടോമോട്ടീവ് ഫീൽഡിനകത്ത് നമുക്ക് എപ്പോഴും ഒരേപോലെ ആയിരിക്കത്തില്ല ഫോൾട്ടുകൾ കിട്ടുന്നത്. നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ഫോൾട്ടുകളായിരിക്കും ചിലപ്പം കൈകാര്യം ചെയ്യുന്നത്. ചിലപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡയഗ്നോസിങ് ആയിരിക്കും കിട്ടുന്നത്. കംപ്ലൈൻറ്റുകൾ എല്ലാ വണ്ടിക്കും എപ്പോഴും ഒരേപോലെയല്ല വരുന്നത്, പല രീതിയിലായിരിക്കും. അപ്പം ഇത് ഒരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ ഓരോ ദിവസവും നമുക്ക് ചിലപ്പം പുതിയൊരു അനുഭവം, പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഇട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.